നമ്മമാരെ അത്ഭുത പള്ളിയിലെ അത്ഭുത ക്രിസ്മസ് ആഘോഷം ഒന്ന് കാണാമല്ലോ. വിപിൻ വിശ്വനാഥൻ വിത്ത് ഫാമിലി എല്ലാവരും ഒന്ന് വരി പോയി കാണാം. ക്രിസ്മസ് ആഘോഷം ഇവിടെ തുടങ്ങിയിട്ടാ. പ്രാവശ്യം ഒരു ഗംഭീരാക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ ആ അത്ഭുത പള്ളിയിലേക്ക് വന്നിരിക്കുകയാണ്. ഞാൻ ഇതിന് മുന്നേ ഞങ്ങളുടെ നാട്ടിലെ ആ വലിയ ക്രൂശിത രൂപമുള്ള പള്ളി കാണിച്ചില്ലായിരുന്നു. അപ്പോൾ അവിടേക്കാണ്, അവിടുത്തെ ക്രിസ്മസ് ആഘോഷമാണ്. നമ്മളന്ന് ആ വീഡിയോ ഇട്ടതിനെക്കാട്ടി അല്ലേ ആ സ്ഥലത്തിനെക്കാട്ടി വേറെ തന്നെ ഒരു വൈബായിട്ട് ഇത് ക്രിസ്മസിൻ്റെ. അമ്മയുടെ ഈ വിഷയം നിൽക്കട്ടെ. ഇരിക്കാ രസമുണ്ടല്ലേ, അടിപൊളിയായിട്ടുണ്ട്. ചങ്ങാളി ലൂബിക യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഒരു ആഘോഷമാണ്. ഇവിടെ നമ്മൾ നാടായതുകൊണ്ട് ഒരുപാട് അറിഞ്ഞ ആൾക്കാരുണ്ട്. ഓരോടൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ്. ഇവിടെ നോക്കുമ്പോൾ ഭയങ്കര പ്രത്യേക ഭംഗിയില്ലേ, രസല്ലേ? ചാരു ഒരു വെറൈറ്റി സംഭവം. ഈ സ്ഥലം പ്രാർത്ഥനയ്ക്കായി മാത്രം ഉപയോഗിക്കുക. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, മൊബൈൽ ഫോൺ ഇവിടെ ഉപയോഗിക്കരുത്. മൗനം പാലിക്കുക. ആഹാ, നല്ല മൗനം. അയ്യോ, ആ ചാരു റോക്ക് ഇവിടെ ഉണ്ടല്ലേ. ചാരുവാ, ചാരു ഫോട്ടോ എടുത്ത് നോക്കിയാ. ഒരു ഹാപ്പി ക്രിസ്മസ് പറഞ്ഞ പൊളി. ഇപ്രാവശ്യം നല്ല ലൈറ്റ് പരിപാടിയൊക്കെ കൂടുതലാട്ടോ അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്ന് അത്ര ലൈറ്റ് പരിപാടി ഇല്ലേനി. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം അപ്പോൾ അവിടെ കുറേ ചെടികളുണ്ടേനി. അല്ല, ചെടികളുണ്ടേനി കുറേ കഴിഞ്ഞ പ്രാവശ്യം. വാ
നമ്മളെ കുറേ ചെക്കന്മാർ കുഞ്ഞാവ് എടുക്കണം. അതൊക്കെ പള്ളി വയ്ക്കുക, പള്ളി അമ്മ രസമാണ് ഇടിക്കുക. ഏയ്സ് അടിപൊളിയാണേ. അമ്പാ ഐസോ എന്താണ് ഐസ്? ഇവിടെ ഐസൊന്നുമില്ലല്ലോ. ഐസ് ആഹാ. കൊണ്ടുപോവാ ഫോട്ടോ എടുക്ക. ഈ കുട്ടിയായിട്ട് പോവാ. ണ്ടോ യേശു ജനിച്ചതാണല്ലേ? അതൊക്കെ അവിടെ കുഞ്ഞാ. അയ്യോ കുട്ടിയെ എന്താ എന്താണ്? നേരത്തെ സമർപ്പണവും ഉണ്ണിയേശുവോടുള്ള പ്രാർത്ഥന ആവശ്യമായ ഇവിടെ നിക്ഷേപിക്കുക. അമ്മ എന്തോ ഒരു ആവശ്യം ഇവിടെ എഴുതുകയാണ്. ആവശ്യം മാത്രം പോലെ കേട്ടോ. പ്രാർത്ഥന ആവശ്യങ്ങൾ പേപ്പറിൽ എഴുതി നേർച്ചപ്പെട്ടിയിൽ നിക്ഷേപിക്കുക. എന്താ നിങ്ങള് എഴുതാൻ പോണത്? ഇത് സീക്രട്ടാ. അപ്പൊ ഇവിടെ എന്താ വെച്ചാൽ പ്രാർത്ഥന ആവശ്യങ്ങള് പേപ്പറിൽ എഴുതിയിട്ട് നേർച്ചപ്പെട്ടിയിൽ നിക്ഷേപിക്കാന്ന് പറഞ്ഞേ. അപ്പൊ അമ്മ അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് രഹസ്യമായ പരസ്യമായ രഹസ്യം. എന്താണ് രഹസ്യമായ പരസ്യം? എന്താ ജിത്തു വിടണ്ട എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്തിന് ഇതൊക്കെ മറ കിട്ടുവാ. ഞാനൊക്കെ ഇവിടെ ഒരു ഇടയ്ക്ക് ഒരു പാട്ട് വന്നുള്ള ആ പാട്ട് കണ്ട് കോപ്പറേറ്റ് കൊടുക്കുന്നതാണ്. മനുഷ്യൻ ഇടങ്ങേറ് ഇതിലെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നല്ല വന്നാല് പാട്ട് ഉള്ള സമയത്ത് എടുത്തണല്ലോ. ഇതിനെ നോക്കാം. ഇതൊക്കെ കോപ്പറേറ്റ് ബെറ്റർ ആണെന്ന് അറിയില്ല. നിക്ഷേപിക്കുകയാണ്. നിക്ഷേപിക്ക്. എന്തൊക്കെയോ വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ ഇതിൽ നിക്ഷേപിക്കുകയാണ് എഴുതിയിട്ട്. നേർച്ച സമർപ്പണം നേർച്ച സമർപ്പണം മാത്രം കൊടുത്തില്ല. ഉണ്ണിയേശുവോടുള്ള പ്രാർത്ഥനാവശ്യങ്ങളും ഇവിടെ പ്രാർത്ഥനാവശ്യങ്ങളും മാത്രം നിക്ഷേപിച്ച്. ചായയോടെ ഫോട്ടോ എടുക്കുക. കുഞ്ചുട്ടിയെ ഇഷ്ടപ്പെട്ടോ? അയ്യോ രണ്ട് കുഞ്ഞുങ്ങള് പോയി നടന്നു നോക്കാം. നമ്മള് തൃശ്ശൂര് പോയിട്ട് എടുത്ത് ഓർമ്മണ്ടാക്കി.
ഇവിടെ ഞങ്ങൾ ചെറുതാകുമ്പോൾ ഉണ്ടാവുന്ന സംഭവമുള്ള കാറ്റ് ഇതല്ല കാറ്റാടി മരങ്ങൾ ഒരുപാടുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഇത് കാറ്റാടി നല്ല കൂടെ കാറ്റാടി നന്നായിട്ടുണ്ട്. കാറ്റുണ്ട് അടിക്കും അതിനെ. ആ അതിനാണ് കാറ്റടി മരോ നന്നായിട്ട് കാറ്റടിക്കും. പൊട്ടത്തീന്നല്ലാതെ പിന്നെന്താ വിളിക്കുക? വാ അതൊക്കെ നല്ല വിഷയമാണ്. യൂറോപ്യൻ ടച്ച് പോയിട്ട് നേരെ ഇങ്ങനെ എന്താണ് ഫോട്ടോ ഇപ്പോഴൊന്ന് ക്ലിയർ ആയതല്ലേ? പ്രാവശ്യം വേറെ പുതിയ സംഭവം വന്നിട്ടില്ലേ? വാ കർമ്മല മാതാവിനോടുള്ള പ്രാർത്ഥന. കർമ്മലമലയുടെ ഏറ്റവും ഭംഗിയുള്ള പുഷ്പമേ, സൂക്ഷ്മമായ മുന്തിരിക്കൊടിയെ, മോക്ഷത്തിൻ്റെ പ്രഭയെ, കന്യാത്വത്തിന് അന്തരം വരാത്ത ദൈവപുത്രനെ പ്രസവിച്ച അത്ഭുത ജനനിയെ, ഈ ആവശ്യത്തിൽ എന്നെ സഹായിക്കണമേ. താരമേ, ഇപ്പോൾ എന്നെ സഹായിച്ച് എൻ്റെ മാതാവാണെന്ന് കാണിച്ചു തരണമേ. ദൈവമാതാവേ, പരിശുദ്ധ കന്യാമറിയമേ, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞി, എൻ്റെ ആവശ്യത്തിൽ എന്നെ സഹായിക്കണമെന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് താഴ്മയോടെ അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു. അവിടുത്തെ ശക്തിയെ തടയുവാൻ ആരുമില്ല. അവിടുന്ന് എൻ്റെ മാതാവാണെന്ന് ഇപ്പോൾ കാണിച്ചു തരണമേ. അമലോത്ഭവമായ മറിയാമ്മേ, അമ്മയോട് അപേക്ഷിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. 3 പ്രാവശ്യം മാത്രമുള്ള അമ്മേ, ഒരു കാര്യവും എൻ്റെ എല്ലാ കാര്യങ്ങളും അങ്ങേ തൃക്കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. 3 പ്രാവശ്യം ആമേൻ. അതുകൊണ്ടല്ല ഞാൻ എവിടെ പോയാലും, അമ്പലത്തിൽ പോയാലും, എവിടെ പോയാലും, പള്ളി പോയാലും, അത് പ്രാർത്ഥനയുടെ സംഭവം ഞാൻ വായിക്കും. ഭയങ്കര ഇതാണ്. തെറ്റിക്കാൻ നമ്മൾ ആദ്യമായിട്ട് വായിക്കല്ലേ, അതൊക്കെ നല്ല കടുത്ത കട്ടിയുള്ള വാക്കുകളല്ലേ ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ഇതുണ്ടാവും. ചില അമ്പലത്തിൽ പോയി ചില വാക്കുകളൊന്നും കിട്ടൂല. പക്ഷേ അതായത് നമ്മൾ വായിക്കാൻ ആക്കൂല, നമ്മളെല്ലാ പ്രാർത്ഥനയും വായിക്കും. അതല്ല അതിനെ നമ്മൾ വായിക്കാൻ വേണ്ടിയിട്ടും പറയാൻ വേണ്ടിയിട്ടല്ലോ എല്ലാം എഴുതിക്കണത്. അപ്പോൾ നമ്മമാരെ വിശ്വാസനാണ്, പള്ളിയിലാണ്, പള്ളീൻ്റെ ആഘോഷത്തിലാണ്. എല്ലാവരും ഇവിടെ സെൽഫി എടുപ്പ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നോക്കാടി നമ്മളന്ന് പറഞ്ഞ പള്ളിയാണ്, അടിപൊളിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് മൊത്തം കാണണം, സ്കിപ്പ് ചെയ്യാത്ത കാണണം. ഗംഭീരാണ്. കുഞ്ഞാ എങ്ങനെയുണ്ട്? രസമുണ്ട്. ഫുള്ള് മാറ്റം ഒന്നുമില്ലേ? മക്കളാ അടിപൊളി. ഇതാണ് ചാരു. വെളിച്ചവും കറക്റ്റ് സമയത്ത് പോയി. ഫോട്ടോ എടുക്കുന്ന അപാരതയാണ്. ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇവിടെ ഓരോ കഴിഞ്ഞിട്ടുള്ളൂ വേറെ ആൾക്കാർ. ഇവിടെ നമ്മൾ ഒരുപാട് ആൾക്കാരുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഫോൺ കട്ട് ചെയ്ത് ഇങ്ങനെ അവരോട് സംസാരിച്ച്, ഒരുമിച്ച് പഠിച്ച ഒരുപാട് കുട്ടികളുണ്ട്, അവരോട് സംസാരിച്ച് ഫ്രണ്ട്സുകളോട് എടുക്കാൻ നോക്കാം.
നിങ്ങൾ ഫോട്ടോ എടുത്ത് കഴിഞ്ഞില്ലടോ, എന്തെത്താട് ഇല്ല. ഈ ഫോട്ടോ ഞങ്ങൾ കേട്ടെ, അല്ല അടിപൊളി ഫോട്ടോ. അടുക്കി ഇടുക്കി ഫോട്ടോ എടുക്കി. ആ ഫോട്ടോ എടുക്ക്, വ്ളോഗ് തന്നെയാണ്. വേറെ തന്നെ വായ്പയല്ലേ ഇരുട്ടിൻ്റെ സൗന്ദര്യം ക്രിസ്മസിലെ. ആഹാ നോക്കിയേ, ഈ മരങ്ങൾക്കുള്ളിലൂടെയുള്ളൊരു സംഭവം കാണിച്ചാൽ ഭയങ്കര രസമുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ ഹോളി ഫാമിലി കോളേജ്. ഹോളി ഫാമിലി കോളേജ് പള്ളി കോളേജാണ്. അതേ സ്കൂളിൻ്റെ എന്താ പാട്. നമ്മളൊരു പുൽക്കൂട് ഉണ്ടത്, വേറൊരു പുൽക്കൂട് അല്ലേ. ഇന്നും കൂടി രസമാണ്. കുഞ്ഞൊന്നും പറയാ, കുഞ്ഞോ ഇന്ന് കണ്ടേ. ചെടികൾക്കിടയിലൂടെയുള്ള ഒരു ഫോട്ടോ. ബാക്കോട്ട് മാറി നോക്കി കേട്ടോ. അങ്ങനെ പിറകോട്ട് വരുമ്പോൾ നിങ്ങളെ തട്ടി നിങ്ങൾ വീഴും. അതിഭയങ്കരമായ ഷൂട്ടിങ് അവിടെ. ഉണ്ട്, സൂപ്പറല്ലേ കൂടി. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ അത് ക്രിസ്മസ് ആണെന്ന് പറയുന്നത് ഏട്ടാ. അങ്ങയുടെ സ്വഭാവത്തിനൊത്തവരും എപ്പോഴും ഞങ്ങളെ കാണിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ സുവിശേഷം ആദിയിലെ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു.
അപ്പോൾ ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസിൻ്റെ 12 മണിയായി സമയം. ക്രിസ്മസ് ദിനമായി. അതിൻ്റെ ആഘോഷമാണ്. ഇവിടെ വെടിക്കെട്ട് നേരത്തെ കണ്ടില്ലേ? വെടിക്കെട്ടിന് ശേഷം എല്ലാവരും മെഴുകുതിരി പിടിച്ച് ദീപങ്ങളായിട്ട് പള്ളിയിലെ പ്രാർത്ഥനയും ഇതൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. നല്ല മനോഹരമായ ദൃശ്യമാണ്. എല്ലാവരും കാണണം. ക്രിസ്മസായി. ആഹാ, നല്ല രസമായിട്ടുണ്ട് കാണാൻ. എല്ലാവരും ദീപം പിടിച്ചിട്ട് മുന്നോട്ട് പോകുന്ന ക്രിസ്മസ് ആഘോഷമാണ് ഇവിടെ. ശരി. ഒന്നുകൂടി കത്തുണ്ട്. പോണുള്ള ഒരു സൈലൻസ്. താഴേക്ക് നല്ല രസമുണ്ട്. ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങോട്ട് കീഴ് കളിക്കടാ. വരുന്നുള്ളൂ. ഈ സാധനം കഴിയാതെ കളിക്കാൻ പറ്റില്ല. എല്ലാവരും സൈലന്റ് ആയാലും ഗംഭീരം. അപ്പോൾ ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. 12 പിടിച്ചു പിടിച്ച് മനുഷ്യൻ്റെ കൈ കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ